മന്ത്രിമാരെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ ഡാം എന്ന ഏറെ നാളത്തെ ആവശ്യം ഇനിയെങ്കിലും പരിഹരിക്കപ്പെടുന്നു. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കേരളത്തിൻ്റെ വലിയൊരു ആവശ്യം തന്നെയാണ് മുല്ലപ്പെരിയാർ ഡാം. ജനജീവിതം ആണ് പെട്ടുകിടക്കുന്നത്. അവർക്ക് ജീവിതം തിരിച്ചു കിട്ടുമോ എന്ന് പോലും അറിയാതെ ഓരോ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴും ക്യാമ്പിലേക്ക് മാറുന്ന ഒരു ജനസമൂഹമുണ്ട്. വണ്ടിപ്പെരിയാർ ഭാഗങ്ങളിൽ മുല്ലപ്പെരിയാറിനോട് ചുറ്റുപാടുള്ളവർ ഇപ്പോഴും ഭയത്തിലാണ് ജീവിക്കുന്നത്. അതിനൊരു മാർഗം കണ്ടെത്താൻ ഈ സർക്കാരിനെങ്കിലും സാധിക്കും എന്നൊരു വിശ്വാസം ഉണ്ട്. എല്ലാ ഇലക്ഷൻ സമയത്തും മുല്ലപ്പെരിയാർ ഡാം പുതുക്കി പണിയാം എന്ന വിശ്വാസത്തോടെയാണ് എല്ലാവരും വോട്ട് തേടുന്നത്. അത് വിശ്വസിച്ചാണ് എല്ലാവരെയും ഭരണത്തിലെത്തുകയും ചെയ്യുന്നു. അതിൻ്റെ ഉദാഹരണമാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതി നിർത്തിയ ജോയ്സ് ജോർജ് എന്ന് പറഞ്ഞ ആൾ ജയിച്ചു പോയപ്പോൾ എല്ലാ പ്രതീക്ഷയും ഉണ്ടായിരുന്നു. മുല്ലപ്പെരിയാർ ഡാം പുതുക്കി പണിയും റീകമ്മീഷൻ ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസം ജനങ്ങൾക്കുണ്ടായിരുന്നു. അതുപോലും തകർന്നുപോയി. കാരണം മുല്ലപ്പെരിയാർ സമരസമിതി ഉണ്ടായതുകൊണ്ട് മാത്രം MP ആയി മാറിയ ഒരു വ്യക്തിയാണ് ജോയ്സ് ജോർജ്. ഇടുക്കി ജില്ലയിൽ നിന്നും അഡ്വക്കേറ്റായി മാത്രം ഇരുന്ന ആ വ്യക്തി ഇന്ന് ആ വ്യക്തിയെ പറ്റി ഒരു വിവരവും ഇല്ല, അല്ലെങ്കിൽ ഈ ഡാമിനെ പറ്റി ഒരു വിവരവും ഇല്ല. അല്ലാത്തപ്പോൾ എല്ലാവരും നടുറോഡിൽ കഞ്ഞി സഹിതം വെച്ച് ഈ ഡാം വേണമെന്ന ആവശ്യം ഉന്നയിച്ച ഒരു സമയമുണ്ടായിരുന്നു. എല്ലാവരും ഓർക്കുന്നുണ്ടാവും. ഹർത്താൽ വെച്ചും കഞ്ഞി വെച്ചും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് എവിടെയാണ് അതിനുള്ള ഉത്തരം പോലും ഇല്ലാതെ, ഇന്ന് ചോദ്യങ്ങൾ പോലും ഇല്ലാതെ എവിടെയാണ് എല്ലാവരും? റീകമ്മീഷൻ ചെയ്യുക തന്നെ വേണം. കാരണം ജനജീവനാണ് ഏറ്റവും വലുത്. ഒരുപാട് പേര് ക്യാമ്പിലേക്ക് എല്ലാ വെള്ളപ്പൊക്കത്തിലും ഓടി അന്നന്നത്തെ ഉള്ള സാധനങ്ങൾ കൈ പെറുക്കി ഓടി ക്യാമ്പിലേക്ക് മാറുന്നുണ്ട്. ആ ഒരു അവസ്ഥ മാറണം. കാരണം ഇടുക്കി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് ഒരു പ്രദേശത്തെ തന്നെ ഇല്ലെന്നാക്കാവുന്ന ശക്തിയുള്ളതാണ് ജലബോംബാണ്. ഡാം പുതുക്കി പണിയാൻ ഇപ്പോഴാണെങ്കിൽ നല്ല സമയമാണ്. ഒന്ന്, തമിഴ്നാട് CM വിജയ് കോൺഗ്രസിൻ്റെ പിന്തുണയിലാണ് ഭരിക്കുന്നത്. രണ്ട്, ഇവിടെ കേരളം ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. പിന്നെ എന്താണ് ഒരു ചർച്ചയ്ക്ക് പോലും നിങ്ങൾ മുന്നോട്ട് വരാത്തത്? നിങ്ങൾ ഒരു ഐക്യകണ്ഠേയമായ ഒരു ചർച്ച നടത്തി. അവർക്ക് ജലം നമുക്ക് ജീവൻ എന്ന അതേ ക്യാപ്ഷനിൽ തന്നെ നമ്മളിത് മുന്നോട്ട് പോവുക. ഡാം കയറി പണിയണം, മുന്നോട്ട് ഇറക്കി പണിയണം. ആ രീതിയിൽ തന്നെ വിശദമായി തമിഴ്നാടുമായിട്ടുള്ള ചർച്ചകൾ ചെയ്താൽ ഈ ഡാം നമുക്ക് പുതിയൊരു ഡാം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കും. ഇനിയും നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഡാം പൊട്ടിയാൽ ഉണ്ടാകുന്ന അവസ്ഥ 5.5 ലക്ഷം ജനങ്ങളുടെ ജീവനാണ് പോകുന്നത്. അത് പോകാതിരിക്കുവാൻ ഇനിയെങ്കിലും നമ്മൾ മലയാളികളെല്ലാം മറക്കും. ഇപ്പോൾ ഒരു ന്യൂസിൽ പോലും മുല്ലപ്പെരിയാറിൻ്റെ ഒരു വാർത്ത പോലും ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ജനങ്ങൾ അറിയണം, മുല്ലപ്പെരിയാർ ജലബോംബ് തന്നെയാണ്. ആ മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് ഒരു ചെറിയ ഭൂകമ്പം പോലും ചെറുത്തു നിർത്താൻ ആ ഡാമിന് സാധിക്കില്ല. കാരണം 126 വർഷത്തെ പഴക്കത്തിലാണ് ആ ഡാം നിൽക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, ചെറിയൊരു കാന വെട്ടി അതിൽ വെള്ളം തടഞ്ഞു വെച്ചാൽ പോലും വലിയ തള്ളലുണ്ടാകുമ്പോൾ അത് പൊട്ടിപ്പോകും. അങ്ങനെയുണ്ടെങ്കിൽ ഈ ഡാം പൊട്ടിയാൽ എന്തോരം നാശനഷ്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കാരണം പെരിയാർ തൊട്ട് ഇങ്ങോട്ട് ഒഴുകുന്ന ജലത്തിൻ്റെ അളവ് ഹനിയടിയോളം വെള്ളമാണ് ഇടുക്കി ഡാമിലേക്ക് വരുന്നത്. ഇടുക്കി ഡാമിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഡാമിന് ആ സംഭരണശേഷി താങ്ങുന്നതിനപ്പുറമായി കഴിയുമ്പോൾ ആ ഡാം പൊട്ടും. അത് വലിയ ദുരന്തത്തിലേക്ക് വഴിമാറും. അതുകൊണ്ട് ഈ ഇലക്ഷന് മാത്രമല്ലാതെ എന്നെ അറിയുന്ന എന്നെ കേൾക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളും കൈകോർക്കുക. മുല്ലപ്പെരിയാർ ഡാം പുതിയ ഡാം തന്നെ പണിയുക തന്നെ വേണം. അതിനുവേണ്ടി ജനപ്രക്ഷോഭമാണ് ഇനി ചെയ്യാനുള്ള ഏക മാർഗം. അല്ലാതെ ഒരു മീറ്റിംഗ് നടത്തി അതിനകത്തൊരു ചർച്ച ചെയ്ത് കൊണ്ട് കാര്യമില്ല. ജനങ്ങൾ ഇറങ്ങണം. ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇറങ്ങിയാൽ മുന്നോട്ട് നമുക്കൊരു ഡാം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കും. ഇത് ഇന്നത്തേന് വേണ്ടിയല്ല, വരും തലമുറകൾക്ക് വേണ്ടി കരുതി വെക്കുവാൻ വേണ്ടി കൂടിയാണ് ഞാൻ പറയുന്നത്. മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് എന്നും ഒരു ചോദ്യചിഹ്നമായി നിൽക്കേണ്ടതല്ല. നാളെ ഒരു അപകടം ഉണ്ടായി കഴിയുമ്പോൾ എത്തിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ട് സന്തോഷ് പണ്ഡിറ്റ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ ഓർത്തെടുക്കുന്നത്. ന്യൂസുകാർ റിപ്പോർട്ട് ചെയ്യും, 1 ലക്ഷം തികയുവാൻ ഇനിയും 2 മരണം കൂടി എന്നും പറഞ്ഞ ന്യൂസ് ആഘോഷിക്കും ന്യൂസുകൾ. അല്ലാതെ അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ ഉണ്ടാകുന്ന സാഹചര്യമാണ്. മരണനിരക്കാണ് അവിടെ കണക്ക് പറയുന്നത്. ഉദാഹരണം, വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണമാണ് ന്യൂസുകാർ പറഞ്ഞത്. അവിടെ ഉരുളുപൊട്ടി മരിച്ച എണ്ണം ന്യൂസുകാർ പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ 999 പേര് മരിച്ചു, 1000 പേര് മരിക്കാൻ ഒരാൾ കൂടി ബാക്കി, അങ്ങനെ അവർ പറഞ്ഞ് ആ ന്യൂസായി മാറും. അത് മാറാതിരിക്കട്ടെ. നമുക്ക് കൈ കുറക്കാം. ജനങ്ങളോടാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ ഭരണകക്ഷിയോടോ ഭരണത്തിലിരിക്കുന്ന MLA-മാരോടോ അല്ല ഞാൻ പറയുന്നത്. ജനങ്ങളാലേ ഇനി പറ്റൂ. മന്ത്രിമാരെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ആരൊക്കെ വന്ന് ഭരണം മാറി ഭരിച്ചാലും മന്ത്രിമാർ വരുന്നു, 5 വർഷം തികയ്ക്കുന്നു, ഇറങ്ങിപ്പോകുന്നു. അതാണ് ഇപ്പോൾ തൽസ്ഥിതി നടന്നുകൊണ്ടിരിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടി ചെറുതോണി അണക്കെട്ട് കൂടി പൊട്ടിയാൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് എന്നത് ഒരു ദുഃഖം ആയി മാറും. വലിയൊരു ദുഃഖം. എറണാകുളം ജില്ല തന്നെ ഇല്ല. ബംഗാൾ ഉൾക്കടലിലേക്ക് 5 മണിക്കൂറിൽ അതിതീവ്രമായി ഈ കടൽ വെള്ളം അങ്ങോട്ട് ഒഴുകി ചെല്ലുമ്പോൾ അവിടുന്ന് തിരച്ചടിക്കുന്ന തിര
കരയിലേക്ക് അടിക്കുമ്പോൾ സുനാമിയായി മാറിയേക്കാം. ഇതുണ്ടാവാതിരിക്കട്ടെ. 5 ലക്ഷം ആൾക്കാരുടെ ജീവൻ്റെ വില വലുത് തന്നെയാണ്. അപ്പോൾ എന്തൊക്കെ തിരക്കുകൾ ഉണ്ടായാൽ പോലും എന്നെ കേൾക്കുന്ന ആൾക്കാരോട് ഒന്നേ പറയാനുള്ളൂ, ജനത്തിൻ്റെ ജീവനാണ് ഏറ്റവും വലുത്. അത് സർക്കാർ തിരിച്ചറിയില്ല. കാരണം അവർ കോട്ട് വരിക, ഭരണത്തിൽ കയറുക, 5 വർഷം പൂർത്തീകരിക്കുക, ഇറങ്ങിപ്പോവുക. ആരാണെങ്കിലും നമ്മൾ അറിഞ്ഞ കാര്യമാണ്. ഇതേ കാര്യത്തിന് വേണ്ടി മുല്ലപ്പെരിയാർ സമരസമിതി ചപ്പാത്ത് പന്തലിൽ നിരാഹാര സത്യാഗ്രഹം വരെ നടത്തിയതാണ്. അന്ന് ഉമ്മൻചാണ്ടി കേരളം ഭരിച്ചു, കേന്ദ്രം ഭരിച്ചത് മൻമോഹൻ സിംഗ് ആണ്. അന്ന് ചെന്നിട്ട് പോലും ഒരു നടപടിയും ഇല്ലാതെ തിരിച്ചു പോരേണ്ടി വന്ന ഒരു കഥയുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന ഭരണത്തിൽ കയറി അവർ എന്ത് ചെയ്യും എന്നുള്ളത് അക്കാര്യത്തിൽ ഒരു വിശ്വാസവുമില്ല. കാരണം ജനങ്ങൾ ഒന്നായി അണിനിരന്നാൽ മാത്രമേ ഇനി മുല്ലപ്പെരിയാർ നമുക്ക് സ്വപ്നമാകൂ. ഇല്ലെങ്കിൽ വലിയ അപകടങ്ങളിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ജനങ്ങൾ കൈകോർക്കുക, രാഷ്ട്രീയ പാർട്ടികളെ ഒഴിവാക്കി നിർത്തുക, അല്ലെങ്കിൽ അവർ പറയുന്നത് വിശ്വസിക്കാതിരിക്കുക. LDF വന്നാലും UDF വന്നാലും എല്ലാം ശരിയാവും, എല്ലാം ശരിയാക്കാമെന്നുള്ള വാചകം മാത്രം. മുല്ലപ്പെരിയാറിന് വേണ്ടി ഒരു ചർച്ചയെങ്കിലും നടത്തി, ചർച്ച നടത്തി അതിന് വേണ്ട തീരുമാനം ഉടൻ തന്നെ എടുത്തില്ലെങ്കിൽ നമ്മൾ വലിയൊരു അപകട സങ്കടക്കടലിനെ അതിജീവിക്കേണ്ടി വരും. അതുകൊണ്ട് ദയവായി എനിക്ക് ജനങ്ങളോടാണ് പറയാനുള്ളത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ പറയാനുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളോടാണ് പറയുന്നത്. ഞാൻ MLA-യോടോ MP-യോടോ മന്ത്രിയോടോ അല്ല പറയുന്നത്, ഞാൻ ജനങ്ങളോടാണ് പറയുന്നത്. ജനങ്ങൾ കൈകോർത്താൽ മാത്രമാണ് മുല്ലപ്പെരിയാർ ഡാം പണിയാൻ സാധിക്കുകയുള്ളൂ. മന്ത്രിമാരും രാഷ്ട്രീയ പ്രവർത്തകരും പണിയാം എന്നുള്ള വാഗ്ദാനങ്ങൾ കൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ തന്നെ ഒന്ന് ഊഹിച്ചെടുത്താൽ മതി. ഇലക്ഷൻ സമയത്ത് മാത്രമാണ് മുല്ലപ്പെരിയാർ ഡാം ഇത് വരുന്നത്. ഇല്ലാത്തപ്പോൾ അത് പൊട്ടുകയില്ല, അതിനൊരു കുഴപ്പവുമില്ല. അതുകൊണ്ട് നമ്മൾ കൈകോർത്ത് ഡാം പണിയുന്നത് വരെ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളും നിരാഹാര സത്യാഗ്രഹങ്ങളും നടത്തി നേതാക്കളെ വെല്ലുന്ന പാർട്ടിയായി മാറണം ജനങ്ങൾ. അതാണ് ജനവിധി, അല്ലെങ്കിൽ ജനങ്ങളുടെ പാർട്ടി. അങ്ങനെയായി മാറി മുല്ലപ്പെരിയാർ ഡാം എന്ന സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാം. ഹൈറേഞ്ച് സംരക്ഷണ സമിതി എവിടെ? മുല്ലപ്പെരിയാർ സമരസമിതി എവിടെ? ഹൈറേഞ്ച് സംരക്ഷണ സമിതിയാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അസോസിയേഷൻ ഇതുണ്ടാക്കിയത്. അവരെവിടെ? ഞാൻ ചോദിക്കുന്നത്, ഒരുപാട് അങ്ങനെയാണ് ജോയിസ് ജോർജ് പോലും കയറി വന്നത്. ഇവരൊക്കെ എവിടെ? ഇപ്പോൾ മുല്ലപ്പെരിയാറിനെ പറ്റി ഒരു ചർച്ച പോലുമില്ല. ഈ സമയത്താണ് മുല്ലപ്പെരിയാറിനെ പറ്റി ഒരു ചർച്ച പോലുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊക്കെ സർക്കാരുകൾ വന്നാലും ജനത്തിനെ പറ്റിക്കപ്പെടുകയാണ് നമ്മൾ, വഞ്ചിക്കുകയാണവർ. ഇല്ലെങ്കിൽ ഈ കോൺഗ്രസ് ഭരണത്തിലെങ്കിലും ഡാം പണിയട്ടെ, അവർ പണിയാനുള്ള ചർച്ചയെങ്കിലും നടക്കട്ടെ. അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിയമപരമായി ചെയ്യട്ടെ. അല്ലാതെ ജനങ്ങളെ ഇനിയും പറ്റിക്കരുത്. ജനങ്ങൾ വിഡ്ഢികളാവുകയാണ് കാരണം നമ്മളെ പറഞ്ഞു പറ്റിക്കുകയാണ്. ഒറ്റ ലക്ഷ്യം മാത്രം, ഡാം വേണം, ജനജീവനാണ് വലുത്. വെള്ളം തമിഴ്നാടിന് കൊടുക്കണം, ജീവൻ കേരളത്തിന് വേണം താനും. ജീവിതത്തിൽ തോറ്റു പിന്നോട്ടോടാൻ ഇനി നമ്മൾക്ക് പറ്റില്ല എന്ന ചിന്തയാണ് ഓരോ നേതാവിനെയും സൃഷ്ടിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് ഭരിച്ചാലും ശരി, കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും ശരി, മുല്ലപ്പെരിയാർ ഡാം എന്നത് ആ സ്വപ്നം അല്ലെങ്കിൽ ആ ജലബോംബിനെ ഇനിയും ഭീതിയിൽ നിർത്താൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ട് ഡാം വേണം. അതിന് ജനപങ്കാളിത്തത്താൽ ആ ഡാം പണിയുക തന്നെ വേണം. ജനത്തിൻ്റെ കരുത്തോടെ, ജനനന്മയ്ക്ക് വേണ്ടി ജനവാതിൽ തുറക്കണം. രാഷ്ട്രീയ പാർട്ടികളെ വിശ്വസിക്കരുത്. ഇപ്പോൾ ഭരിക്കുന്ന കോൺഗ്രസ്സാണ്. എന്താണ് ഇതിനെപ്പറ്റി ഒരു വാദം പോലും ഇല്ലാതെ, അവരുടെ ജലവിഭവ മന്ത്രി പോലും മിണ്ടാതിരിക്കുന്നത്? PJ ജോസഫാണ് ഡാം ഡേഞ്ചർ സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെന്ന് ലോകത്തെ അറിയിച്ചത്, നമ്മളെ അറിയിച്ചത്. അപ്പോൾ ഇനിയൊരു അപകടം ഉണ്ടാവാതിരിക്കട്ടെ. ഇപ്പോൾ സംസാരം ആരുടെയും ഭാഗത്തുനിന്ന് ഈ മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി കേൾക്കാത്തപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഡാം അപകടഘട്ടത്തിലാണ്. 2014 ഡാമിൻ്റെ ഫോട്ടോകളല്ലാതെ വേറൊരു വീഡിയോയോ ഫോട്ടോയോ പുറത്തു വന്നിട്ടില്ല. അവിടെ ആരെയും കടത്തി വിടുന്നില്ല. എന്തുകൊണ്ട്? ഡാം സേഫ്റ്റി വിഭാഗം എന്തുകൊണ്ടാണ് ഓരോ പ്രാവശ്യവും ഡാമിനെ പറ്റി വിശദമായ രേഖാവിവരം കൊടുക്കാത്തത്? എല്ലാം കൈക്കൂലിയിൽ മുങ്ങിപ്പോയി. മന്ത്രിമാർക്കും MLA-മാർക്കും തമിഴ്നാട്ടിൽ കാടടക്കമെടുത്ത് തമിഴ്നാട്ടിൽ ഓരോ സ്വത്തുവകകൾ ഉള്ളതുകൊണ്ട് അവർക്ക് മിണ്ടാൻ പറ്റുന്നില്ലേ? അതാണ് എൻ്റെ ചോദ്യം. ജനത്തിൻ്റെ ജീവനാണ് സാർ വലുത്, അല്ലാതെ നിങ്ങൾക്കുള്ള സ്വത്തല്ല. അത് നാളെ ഇല്ലെന്നായേക്കാം, പക്ഷേ ജനത്തിൻ്റെ ജീവനാണ് വലുത്. അതുകൊണ്ട് മുല്ലപ്പെരിയാർ ഏകപക്ഷീയമായി തന്നെ പണിയുന്നിടം വരെയാണ് ഇനിയുള്ള പോരാട്ടം. അതിന് ജനങ്ങൾ പിന്തുണയേകുക, ജനങ്ങളാൽ തീർക്കുന്ന ജനങ്ങളുടെ കോട്ടയായി മാറുക. മുല്ലപ്പെരിയാർ ഡാം പണിയുക തന്നെ വേണം, അത് ജീവന്റെ രക്ഷയ്ക്ക്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.